കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം ഞാനത് വൈറ്റ് പേപ്പറിൽ സഭയുടെ മുമ്പിൽ വെക്കേണ്ട ഒരു സുപ്രധാനമായ രേഖയാണ്. ആ വൈറ്റ് പേപ്പറിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള പരിമിതികളുണ്ട്. അത് അനൗചിത്യവുമാണ്, ഒരു ഇംപ്രോപ്രൈറ്റി അതിൻ്റെ അകത്തുണ്ട്, അത് നേരത്തെ പറഞ്ഞാൽ. അതുകൊണ്ട് ആ പേപ്പർ വയ്ക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയും. അപ്പോൾ ആ ധവളപത്രം എന്ന ഉമ്മാക്കിയാണെങ്കിൽ പേടിപ്പിക്കേണ്ട എന്ന് പറയുകയും ചെയ്തു ശ്രീ കെ പ്രേംകുമാർ MLA. എന്തു പറഞ്ഞാൽ നിങ്ങൾ വിലക്കയറ്റ സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. CPM-ന്റെ സമരങ്ങൾ ഏത് രീതിയിലുള്ള സമരങ്ങളാണെന്ന് കേരളത്തിന് അറിയാം. സമരം ചെയ്യാൻ CPM-നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ സഭയിലേക്ക് 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പോലും എന്ന് പറഞ്ഞാലും നേരത്തെ വസന്ത് പറയുന്ന ഒരു ഈ സർക്കാരിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് തന്നെ അല്ലേ ഇത് ശ്രീ കെ പ്രേംകുമാർ? ഈ സർക്കാരിനെ അങ്ങനെ മാർക്കിടാനുള്ള സമയം യഥാർത്ഥത്തിൽ ഇപ്പോൾ ആയോ? അല്ല, യഥാർത്ഥത്തിൽ സർക്കാരിനെ മാർക്കിടുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിന് ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടൊരു കാലം കൂടിയാണ്. ഞാനതിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ സർക്കാർ ആകെ യഥാർത്ഥത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എന്ന അർത്ഥത്തിലൊന്നുമല്ല. എന്തിനാണ് ഒരു ഗവൺമെൻറ് 11 ദിവസം കൊണ്ട് 1 ലിറ്റർ പെട്രോളിന് 7 രൂപ 53 പൈസ വർദ്ധിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം, 1 ലിറ്റർ ഡീസലിന് 7 രൂപയിലധികം വർദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം, പാചകവാതക സിലിണ്ടറിൻ്റെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നൊരു സാഹചര്യം, അതിരൂക്ഷമായി കേരളത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ള മനുഷ്യർ. ഞാൻ ഇന്നലെ പാലക്കാട് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അമൃത ട്രെയിനിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ചുണ്ണാമ്പുതറയിലൊരു ഹോട്ടലിൽ ദോശ കോർണർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ദോശ ചോദിച്ചപ്പോൾ പറയാണ്, ദോശയില്ല, ദോശ ഈ വിലയ്ക്ക് തന്നാൽ മുതലാവില്ല, നിങ്ങൾക്ക് റോസ്റ്റ് തരാം എന്നാണ് പറയുന്നത്. അപ്പം നാടിൻ്റെ യാഥാർത്ഥ്യം, ജീവിത പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി ഇടപെടുന്നതിന് ഇച്ഛാശക്തി കാണിക്കാൻ തങ്ങൾക്ക് മാൻഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞവർ തോമസ് ഐസക്ക് കാണിച്ച മണ്ടത്തരം കാണിക്കേണ്ട. ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? 1 കോടിയിലേറെ രൂപ അല്ല 1 കോടി ലിറ്റർ എണ്ണയുടെ, അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിപണനം കുറയുകയാണ് കേരളത്തിലുണ്ടായത്. അദ്ദേഹം ഇന്ന് സഭയിൽ പറഞ്ഞതാ. അത്രമാത്രം മണ്ടനായൊരു തീരുമാനം LDF എടുത്താൽ അത് തിരുത്താനുള്ള മാൻഡേറ്റിന് സോഷ്യൽ ഇമ്പാക്റ്റ് പഠിക്കണോ? അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ 13 തവണ ഇന്ധന വില ടാക്സ് വർദ്ധിപ്പിച്ചല്ലോ. 3 തവണയെ കുറച്ചുള്ളൂ. 2018 LDF ഗവൺമെൻറ്റും കുറച്ചു. ക്ഷേമ പെൻഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഞാനിപ്പോൾ UDFൻ്റെ പ്രതിനിധി പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് കുറച്ചതിൻ്റെ ലാഭം കൊണ്ടാണ് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് എന്ന് കോൺഗ്രസ്സുകാർ തലയ്ക്ക് വെളിവുള്ള ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിന് KPCC അങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കിയതായിട്ട് എനിക്കറിയില്ല. എത്രയാ കഴിഞ്ഞ 5 കൊല്ലം 2011-16 UDF ഗവൺമെന്റ് ക്ഷേമ പെൻഷൻ കൊടുത്തത്? 11,000 കോടിയാ. LDF ഗവൺമെന്റ് 21-25 കാലത്ത് കൊടുത്തത് എത്രയാ? 45,000 കോടിയാണ്. 45,000 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ കൊടുത്തത്. LDF സർക്കാർ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാകുന്നത് വരെയുള്ള മാസം പെൻഷൻ കൊടുത്തു. പെൻഷൻ കൊടുത്തു. പെൻഷൻ കൊടുത്തിട്ടില്ല. മെയ് 2 മാസമായി. മെയ് കിടക്കുന്നില്ല. ഇപ്പൊ റേഷൻ ഞാൻ ചോദിക്കട്ടെ, അല്ല അല്ല ആർക്കാണ് തലയ്ക്ക് വെളിവില്ല എന്ന് പറഞ്ഞ വ്യക്തിപരമായ ഞാനിതിൽ പറഞ്ഞത് ഈ നിലയിൽ ജനങ്ങളുടെ ജീവിതവുമായി മാൻഡേറ്റ് ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ അടിയന്തര പ്രമേയത്തിൽ അല്പം ശരിയുണ്ടെന്നാണ്. അടിയന്തര പ്രമേയം ഒരു നിലയിലും അത് അനുവദിച്ചോ എന്നത് രണ്ടാമത്തൊരു കാര്യമാണ്. ഈ അടിയന്തര പ്രമേയം അത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കേണ്ട വിഷയമാണ്, അത് ഭാഗികമായി ശരിയാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഭയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഇത്രമാത്രം രൂക്ഷമായൊരു പ്രശ്നം നിങ്ങൾ നോക്ക്. വിലവർദ്ധനവിൻ്റെ മറ്റൊരു കാര്യം റേഷനുമായി ബന്ധപ്പെട്ടാണ്. 2 മാസത്തെ റേഷൻ നീലക്കാടനുള്ളത് ഒന്നിച്ചു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു വന്നല്ലോ. ഇപ്പോൾ ഏത് മേഖലയിലാണ് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഒരു ഘട്ടത്തിൽ ഒന്ന് തൊടാൻ കേരളത്തിലെ ഗവൺമെന്റിന് ഈ ദിവസം മതിയായിരുന്നില്ലേ? മറ്റു പല കാര്യങ്ങളിലും എടുത്ത തീരുമാനത്തിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് 1,00,000 ലിറ്റർ പെട്രോൾ ഡീസൽ ഈ സംസ്ഥാനത്ത് അത്രമാത്രം വിപണനം കുറഞ്ഞ ഒരു കാലത്തേക്ക് തിരിച്ചുപോയപ്പോൾ തങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് കൊണ്ട് ഞങ്ങളിതാ അത് കുറയ്ക്കുന്നു എന്ന് പറയാനുള്ള ഇച്ഛാശക്തി എന്തുകൊണ്ടില്ലാതെ പോയി എന്നതാണ് യഥാർത്ഥത്തിൽ ന്യായമായ ചോദ്യം.
അപ്പോൾ ജനജീവിതം, ഇപ്പോൾ ഓട്ടോയുടെ ചാർജ്, ബസ്സിൻ്റെ ചാർജ്, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നം, പാചകവാതകത്തിൻ്റെ വിലവർദ്ധനവ്, വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള മാത്രമല്ല ഈ വിലക്കയറ്റം എന്ന് നിൽക്കുമെന്ന് നോക്കട്ടെ എന്നാണ്. ഇപ്പോൾ 11 ദിവസം കൊണ്ട് ഏതാണ്ട് കേരളത്തിൽ 7 രൂപയിലധികം പെട്രോളിനും ഡീസലിനും വില കൂടി. ആ വില കൂടിയത് ഇനി എന്ന് നിൽക്കും എന്ന് നോക്കട്ടെ, എന്നിട്ട് പഠിക്കാമെന്നാണ്. ഒരു ഡേറ്റ് UDF-ന്റെ പ്രതിനിധിക്ക് ഇപ്പോൾ പറയാൻ പറ്റുമോ? ഞങ്ങൾ ഇന്ന ഡേറ്റ് വെച്ച് സെസ് കുറയ്ക്കുമെന്ന് പറയാൻ പറ്റുമോ? എന്ത് പറയട്ടെ, നമുക്ക് കേൾക്കാം, നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് പ്രകാരം ധവളപത്രം അവതരിപ്പിച്ച് ഒരാഴ്ചക്കകം ഞങ്ങൾ 2 രൂപ കുറയ്ക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞോ? UDF-ന്റെ പ്രതിനിധി പറയുന്നുണ്ടോ? എന്ന് കുറയ്ക്കും നിങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് LDF-നെ തിരുത്താനുള്ള മാൻഡേറ്റ് ആണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഐസക്കിന്റെ നയം നടപ്പിലാക്കുന്നത്? നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ ബജറ്റ് വരാൻ പോവല്ലേ? സംശയം ബജറ്റ് വരാൻ പോവല്ലേ? അതിന് ബജറ്റോടെങ്കിലും തീരുമാനം ഉണ്ടാവും. ശ്രീ പ്രേംകുമാറിനോട് ചോദിക്കാം. അല്ല, ശ്രീ KN ബാലഗോപാലും പിണറായി വിജയനും കഴിഞ്ഞ സഭയിൽ ഉണ്ടായിരുന്ന അംഗമാണ് ശ്രീ പ്രേംകുമാർ. അങ്ങടക്കമുള്ള അന്നത്തെ ഭരണപക്ഷം പറഞ്ഞത് ഈ 2 രൂപ അധിക സെസ് വർദ്ധിപ്പിക്കുന്നത് പെൻഷൻ കൊടുക്കാനാണ് എന്നാണ്. നിങ്ങളുടെ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ആ സോഴ്സ് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സോഴ്സ് പെൻഷൻ കൊടുക്കാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഈ സോഴ്സ് അടച്ചാൽ മറ്റെന്ത് സോഴ്സ് ആണെന്ന് പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? അത് ഞങ്ങൾ പറയണമെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ സമയം വേണം. ഇതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദ്യവും അതിന്റെ ഉത്തരവും. അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ സർക്കാർ ഈ 2 രൂപ അധിക സെസ് വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാനാണ് എന്ന് നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് സോഴ്സ് കണ്ടുവച്ചിട്ടാണ് വഴിയുണ്ടോ? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കേരളത്തിൽ നികുതി ചോർച്ച തടഞ്ഞ് അതും ഒരു മാർഗമായി കണ്ടു ഞങ്ങള്. പെട്രോളിന്റെയും ഡീസലിന്റെയും ഞങ്ങളത് കൊടുത്തുന്നേ. ഞങ്ങൾ 18 മാസം നികുതി ക്ഷേമ പെൻഷൻ കുടിശ്ശിക വെച്ചിട്ടില്ല. ഞങ്ങൾ UDF-ന്റെ കാലത്ത് കൊടുത്ത 11,000 കോടി 5 കൊല്ലം ഉമ്മൻചാണ്ടി, ഞങ്ങൾ കൊടുത്തത് 45,000 കോടി 5 കൊല്ലം, ഞങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 90,000 കോടി കേരളത്തിലെ ജനങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്ത് വിഷുവിന് ഏപ്രിൽ മാസത്തിൽ 2026 ഏപ്രിൽ വരെ കൊടുത്ത് വാക്കുപാലിച്ച് ഇറങ്ങിപ്പോയ ഗവൺമെന്റാണ്. ഞങ്ങളോട് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് ആ സർക്കാർ കാലത്ത് ആ തീരുമാനം മണ്ടൻ തീരുമാനമാണെങ്കിൽ ആ 2 രൂപ പിൻവലിച്ചുകൂടെ എന്നാണ് ചോദ്യം. തുടക്കം മുതൽ നമ്മുടെ ചോദ്യം അതാണ്. പിൻവലിക്കുക എന്നാണ് അതിന്റെ മറുപടി. അതിനപ്പുറം ഇപ്പുറം ആലോചനയില്ല. പിൻവലിച്ച് കളയുക എന്നുള്ളതാണ് ജനത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉപകാരപ്രദമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.